ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐശ്വര്യ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി സൂര്യയുടെ വീട്ടിലേക്ക് വിജയപത്മനും ജാനകിയും ഗായത്രിയും ഭാമയും സേതുവും മായയും ഒക്കെ എത്തുകയാണ്. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കാണുന്ന സമയത്ത് ജാനകിക്ക് ഒരു സംശയം വരികയാണ്. ഇതെന്താ പൂജ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ? ഞങ്ങളും പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത് കുറച്ച് ഓവറാണല്ലോ എന്ന് പറയാട്ടോ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യട്ടെ, നമ്മളായിട്ട് ഒന്നും പറയണ്ട, ഇതൊക്കെ ജയനിർമ്മലയുടെ തീരുമാനമല്ലേ എന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് ദേവൻ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ദേവൻ ഇവരെ കാണുമ്പോൾ അകത്തേക്ക് സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗായത്രി, ജാനകിയും മായയും ഭാനുവും കൂടി അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ വിജയപത്മനും സേതുവും ദേവനും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വനിതാ കമ്മീഷന്റെ മുന്നിൽ നിന്നും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ, പക്ഷേ വലിയൊരു കുരുക്കാണ് അവിടെ ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്. അജയനും പ്രസീതയും കാരണമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് ദേവൻ പറയണേ. അപ്പോൾ സേതു പറയുന്നുണ്ട്, അങ്കിൾ, അവരിനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടരുത്, അവരെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണമെന്ന് സേതു പറയട്ടോ. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, അതങ്ങനെയുള്ളൂ, അവരിവിടേക്ക് കാല് കുത്തിയാൽ അവർക്കുള്ളത് ഞാൻ തന്നെ കൊടുക്കും. അവർക്ക് ഞങ്ങളൊക്കെ എത്രമാത്രം സഹായം ചെയ്തതാണെന്നോ, അവർ ഒരുപാട് കഷ്ടപ്പെട്ട സമയത്തൊക്കെ എല്ലാ തരത്തിലും സഹായങ്ങൾ ചെയ്തത് ഞങ്ങളാണ്, എന്നിട്ടാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന് പറയണം. അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട്, ഇന്ന് ആരെയാണോ സഹായിക്കുന്നത് അവർ തന്നെയാണ് തിരിഞ്ഞു കൊത്തുക എന്ന് പറയുക. പിന്നീട് ജയനിർമ്മലയുടെ അടുത്തേക്ക് ഇവരൊക്കെ ചെന്ന ശേഷം സംസാരിക്കുകയാണ്. അപ്പോൾ ജയനിർമ്മല പറയുകയാണ്, ഇങ്ങനെ ഒരു പൂജ നടത്തുന്നത് കൊണ്ട് കുടുംബത്തിന് തന്നെ നല്ലതാണ്, ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് നല്ലതുണ്ടാവാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് ഈ പൂജ ചെയ്യുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഞങ്ങളും ഇതുപോലെ പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഒരു വ്യത്യാസമുള്ള പൂജ തന്നെയാണ് എന്ന് പറയട്ടോ. ആ സമയത്ത് ജയനിർമ്മല പെട്ടെന്ന് പതറിയിട്ട് ജാനകിയെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭാവനയെ കാണാൻ വേണ്ടി മായയും ഭാനുവും കൂടി ചെല്ലുകയാണ്. അങ്ങനെ മാനസ് കൂടി അടുത്തുണ്ടാവട്ടെ. അങ്ങനെ അവർ 4 പേരും കൂടി സംസാരിക്കുകയാണ്. ഈ സമയത്ത് ജാനകി വിജയപത്മനെ മാറ്റി നിർത്തിയിട്ട് സ്വകാര്യത്തിൽ പറയുകയാണ്, ഈ പൂജ നടത്തുന്നതിൽ എന്തോ ഒരു ദുരുദ്ദേശം എനിക്ക് തോന്നുന്നുണ്ട്. ജയനിർമ്മലയുടെ സ്വഭാവം അനുസരിച്ച് ഭാവനയെ ഈ വീട്ടിൽ നിന്നും തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണോ ചെയ്യുന്നത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്തായാലും അങ്ങനെ വല്ല ഉദ്ദേശവുമാണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല, ഞാൻ നല്ല മറുപടി തന്നെ കൊടുക്കും എന്ന് പറയട്ടോ. അപ്പോൾ വിജയപത്മ പറയുന്നുണ്ട്, ഇനി വെറുതെ സംശയിച്ച് ഓരോന്ന് പറയേണ്ട. അല്ല പപ്പേട്ട, എൻ്റെ സംശയങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല, പിന്നെ ജയനിർമ്മലയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് പറയണം. അപ്പോഴത്തേക്കും അവിടേക്ക് സേതു വരികയാണ്. എന്താ വല്യച്ഛ, എന്താ വല്യമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല സേതു, നിനക്ക് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് ഓവറായിട്ടാണ് തോന്നുന്നത്, ഇതൊക്കെ ജയനിർമ്മലയുടെ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് കാണിക്കുന്നതാണ്, ഇങ്ങനെ പൂജ ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, വെറുതെ പൈസ കളയാൻ വേണ്ടിയിട്ട് എന്ന് പറയണം. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അങ്ങനെയല്ല സേതു, എനിക്ക് ഇതൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഭാവനയ്ക്ക് ദോഷം വരാനുള്ള എന്തൊക്കെയോ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അങ്ങനെ വല്ലതുമാണ് ജയനിർമ്മലയുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. എന്തായാലും നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് ജയനിർമ്മല കാണണ്ട, അവൾക്ക് സംശയം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് 3 പേരും അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നീട് ഭാവനയും മാനസയും മായയും ഭാനുവും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് മായ ചോദിക്കുന്നുണ്ട്, അല്ല 2 പേരും നല്ലതുപോലെ ഒരുങ്ങിയിട്ടുണ്ടല്ലോ, പെണ്ണുകാലം ചടങ്ങ് നടക്കുന്നത് പോലെയുണ്ടല്ലോ എന്ന് പറയട്ടെ. അപ്പോൾ ഭാവന പറയണേ, ഇതെല്ലാം ജയനിർമ്മല ആൻറ്റിയുടെ പണിയാണ്, ആൻറ്റി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയണേ. എന്തായാലും പൂജ തുടങ്ങാറായില്ലേ, നമുക്ക് താഴേക്ക് പോയാലോ എന്ന് മാനസ പറയുമ്പോൾ, ആൻറ്റി വിളിക്കാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് ഭാവന വീണ്ടും പറയുകയാണ്. അങ്ങനെ അവർ 4 പേരും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മായ പറയുന്നുണ്ട്, ഭാമയെക്കുറിച്ച് പറയുകയാണ്, അംബാലിക ആൻറ്റി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭാമയ്ക്ക് ഇപ്പോൾ വരാനും കഴിയില്ല, പിന്നെ യാത്രയ്ക്ക് പറ്റിയ ഒരു സാഹചര്യവുമല്ലല്ലോ, അതുകൊണ്ട് ഭാമ വരുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അംബാലിക ആൻറ്റിയെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല, എപ്പോഴാണ് അതിൻ്റെ സ്വഭാവം മാറുക എന്നൊന്നും പറയാൻ കഴിയില്ല. ഇനിയിപ്പോൾ ആകെയുള്ള ഒരു ആശ്വാസം അവിടെ അരുന്ധതിയും അച്ഛനും അഭിയും ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസം, ഭാമയുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കിക്കോളും എന്നൊക്കെ പറയണ്. അങ്ങനെ എല്ലാവരും ഈ ചടങ്ങിലേക്ക് താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പൂജാരി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാവും, പൂജ നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും പൂജ ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ഗായത്രിയും ജാനകിയും വിജയപത്മനും ഭാനുവും സേതുവും ജയനിർമ്മലയും
ദേവനും ഒക്കെ എത്തിയിട്ടുണ്ടാവും. സൂര്യയും ഭാവനയും മാനസയും മാത്രമാണ് താഴേക്ക് വരാതിരിക്കുന്നത്. അപ്പോഴത്തേക്കും പൂജാരി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് പൂജകളൊക്കെ ചെയ്യുന്ന സമയത്ത് ജാനകിക്കും ഗായത്രിക്കും മായക്കും ഒക്കെ സംശയം വരികയാണ് കേട്ടോ. അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവർക്കും സംശയം വരികയാണ്. ഇതെന്താ ഇങ്ങനെയൊക്കെ പൂജ ചെയ്യുന്നത്? ഇത് ഐശ്വര്യ പൂജ എന്നല്ലേ പറഞ്ഞത്? എന്നിട്ടെന്താ ഇതൊരു ബാധ ഒഴിപ്പിക്കുന്നത് പോലെയാണല്ലോ തോന്നുന്നത് എന്നുള്ള സംശയം എല്ലാവരുടെയും മനസ്സിൽ വരികയാണ്. അപ്പോൾ ജാനകി വിജയപത്മനോട് പറയുന്നുണ്ട്, ഇതെന്താ പപ്പേട്ട ഇങ്ങനെ ചെയ്യുന്നത്? ഐശ്വര്യ പൂജ എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ബാധ ഒഴിപ്പിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. ആ ജയനിർമ്മലയെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല. അവൾ ഭാവനയ്ക്കിട്ട് എന്തെങ്കിലും ദോഷത്തിനുള്ള പൂജയാണോ ചെയ്യുന്നത്? എനിക്ക് നല്ല സംശയമുണ്ട്. നീ വെറുതെ സംശയിക്കേണ്ട എന്ന് വിജയപത്മ പറയട്ടോ. അതല്ല പപ്പേട്ട, ഒന്ന് നോക്ക്, ആ പൂജാരിയെ നോക്ക്. ആ പൂജാരി വെള്ള വസ്ത്രത്തിലല്ലേ ഐശ്വര്യ പൂജയ്ക്ക് വേണ്ടി ഇരിക്കേണ്ടത്? ഇതിപ്പോൾ ആ പൂജാരി പട്ടുചേലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒപ്പം തന്നെ ഒരു ആൾരൂപമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്. ഇത് ഭാവനയ്ക്കിട്ട് എന്തോ ദോഷം ചെയ്യാനുള്ള പൂജയാണ് നടത്തുന്നത്. എനിക്കറിയാം ജയനിർമ്മലയുടെ സ്വഭാവം. ഞാൻ എന്തായാലും എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ പ്രതികരിക്കും എന്ന് പറയട്ടോ. അപ്പോൾ വിജയപത്മൻ പറയണേ, നിനക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും നീ പറയേണ്ട. നിന്റെ സംശയം വെച്ച് പറഞ്ഞിട്ട് ഇവിടുത്തെ ചടങ്ങുകളൊന്നും അലങ്കോലമാക്കണ്ട എന്ന് പറയട്ടോ. ഇതെന്താ പപ്പേട്ടന് തീരെ വിവരമില്ലാതായോ? ഇതൊക്കെ കണ്ടിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ഇതെന്തോ ബാധ ഒഴിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ വീണ്ടും പറയുകയാണ്. നീ ഒന്ന് അടങ്ങ്, നമുക്ക് നോക്കാം എന്നൊക്കെ ജാനകിയോട് വിജയപത്മൻ പറയുകയാണ്. പിന്നീട് സേതുവും മായയും കൂടി പറയുന്നുണ്ട്, ഇതെന്തോ ഒരു ഭാവനയ്ക്കിട്ട് പണിയുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. ഭാവനയെ ഈ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാനുള്ള എന്തോ ഒരു പൂജ തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ഈ പൂജ ചെയ്യുന്നത് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് എന്ന് സേതുവും മായയോട് പറയുന്നുണ്ട്. അപ്പോൾ മായയ്ക്ക് നല്ല സംശയം വരുന്നുണ്ട്. അപ്പോൾ ഭാനു ആണെങ്കിലോ ഇതൊക്കെ കാണുന്ന സമയത്ത് ആകെ പേടിക്കുകയാണ്. എന്നിട്ട് ഗായത്രിയോട് പറയുകയാണ്, ഇതെന്താ അമ്മേ ഇങ്ങനെ ഒരു പൂജ? ഇതിപ്പോൾ ബാധ ഒഴിപ്പിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. എനിക്കിതൊക്കെ കണ്ടിട്ട് പേടിയാകുന്നു എന്ന് പറയട്ടെ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക. നമ്മളെല്ലാവരും കൂട്ടം കൂടി സംസാരിക്കുന്നതെല്ലാം ജയനിർമ്മല ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് പേടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഗായത്രി ഭാനുവിനെ ഒന്ന് സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ. പൂജ നടത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഗായത്രിക്ക് ഭാമ വിളിക്കുന്നുണ്ട്. ഭാമയ്ക്ക് പൂജയ്ക്ക് വരാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു വിഷമമുള്ളത് അറിയിക്കുകയാണ്. അപ്പോൾ അഭിയൊക്കെ പറഞ്ഞത് എന്നോട് ഈ സമയത്ത് യാത്ര ചെയ്യണ്ട എന്നാണ് അമ്മേ എന്ന് പറയട്ടെ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, അത് ശരിയാണ്, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്ക്, ഇപ്പോൾ ഇവിടേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒന്നാമത് അമ്പാലിക അവിടെ ഇല്ലാത്തതുമല്ലേ, അതുകൊണ്ട് നീ ഇനിയിപ്പോൾ ഇവിടേക്ക് വന്ന് വല്ലതും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലാവും ഇനി അടുത്ത പ്രശ്നമൊക്കെ വരാൻ പോകുന്നത്. നീ വരണ്ട, അഭി പറയുന്നത് കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. പിന്നീടാണ് പൂജയുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ എല്ലാവർക്കും ഈ പൂജ ചെയ്യുന്നത് കണ്ട് നല്ല സംശയം വരികയാണ്. ഇതെന്തോ ഒരു തട്ടിപ്പ് തന്നെയാണ്, ഇത് ഭാവനയ്ക്കിട്ട് എന്തോ ഒരു കെണി തന്നെയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും സംശയം വരികയാണ്. അടുത്ത എപ്പിസോഡിൽ മാനസയും ഭാവനയും സൂര്യയും കൂടി പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഈ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ പൂജാരി മാനസയോട് പറയുകയാണ്, നീ അവിടെ ഇരിക്കണമെന്ന് പറയുകയാണ് കേട്ടോ. പൂജ ചെയ്യുന്ന ആ സ്ഥലത്ത് ഒരു ഭാഗമുണ്ടാവും, അവിടെ ഇരിക്കണമെന്ന് പറയുകയാണ് മാനസയോട്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയം വരികയാണ്. എന്തിനാണ് മാനസയെ ഇരുത്തുന്നത്? ഭാവനയല്ലേ ഈ വീട്ടിലെ മരുമകൾ എന്നുള്ള ചിന്ത എല്ലാവർക്കും വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മാനസയ്ക്ക് ഒരു മടി വരികയാണ് കേട്ടോ. ഭാവനയല്ലേ ഈ വീട്ടിലെ മരുമകൾ, പിന്നെ എന്തിനാണ് എന്നെ ഇരുത്തി ഇവിടെ ഐശ്വര്യ പൂജ നടത്തുന്നത് എന്ന ചിന്ത മാനസയുടെ മനസ്സിൽ വരികയാണ്. അപ്പോൾ മാനസ ഇരിക്കാൻ വേണ്ടി മടി കാണിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഭാവന പറയണം, മാനസ നീ മടി കാണിക്കല്ലേ, നീ അവിടെ പോയി ഇരിക്കുക, പൂജ ചെയ്യുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ മാനസ അവിടെ ഇരിക്കുകയാണ്. അത് കാണുന്ന സമയത്ത് സേതുവിനും വിജയപത്മനും ജാനകിക്കും ഗായത്രിക്കും ഒക്കെ നല്ല സംശയം വരുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ശ്രദ്ധിച്ചും കൊണ്ട് ജയനിർമ്മല നോക്കുന്നുണ്ട്, ഇവർക്ക് എന്തെങ്കിലും സംശയം വരുമോ എന്നുള്ള ആ ബുദ്ധിയോടെയാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ പൂജാരി പറയുകയാണ്, കുഞ്ഞിൻ്റെ അമ്മയ്ക്കും കുഞ്ഞിനും നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ഈ പൂജ നടത്തുന്നത്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ അമ്മയുടെ നെറ്റിയിൽ സൂര്യ തന്നെ സിന്ദൂരം അണിയിച്ചു കൊടുക്കണം എന്നങ്ങ് പറഞ്ഞതോടുകൂടി എല്ലാവർക്കും ഈ പൂജയുടെ ഉള്ളിലുള്ള രഹസ്യം എന്താണെന്നുള്ളത് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ പൂജാരിയോട് സൂര്യയൊക്കെ ദേഷ്യപ്പെടുകയാണ്, എന്താ സ്വാമി പറയുന്നത്, എൻ്റെ ഭാര്യ ഭാവനയാണ് എന്ന് പറയുമ്പോൾ പൂജാരി പറയുകയാണ്, അതല്ല കുഞ്ഞിൻ്റെ അമ്മയല്ലേ ഈ ഇരിക്കുന്നത്, അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയുടെ നെറ്റിയിലല്ലേ സിന്ദൂരം അണിയിക്കേണ്ടത് എന്ന് പറയട്ടെ. അത് കേട്ടതോടുകൂടി സൂര്യയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെ സൂര്യ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോഴത്തേക്കും ജാനകിയൊക്കെ ഇതിൽ ഇടപെടുകയാണ്. അങ്ങനെ പൂജ ചെയ്യുന്ന ആ കാര്യം അങ്ങ് കുളമാക്കുകയാണ് കേട്ടോ. അങ്ങനെ ജയനിർമ്മലയുടെ ആ ഒരു പദ്ധതി പൊളിഞ്ഞു വീഴുകയാണ്. ജയനിർമ്മല ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരികയാണ്. സൂര്യയുടെ തനി സ്വരൂപം ജയനിർമ്മലയുടെ മുന്നിൽ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിൽക്കുന്ന ഭാവന തന്നെ അതിശയിച്ചു പോവുകയാണ് കേട്ടോ.
ജയനിർമ്മലയുടെ ഉള്ളിലിരിപ്പ് സൂര്യയെയും മാനസയെയും ഒന്നിപ്പിക്കാനാണെന്നും എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനാണെന്നുമുള്ള കാര്യം ഭാവനയ്ക്ക് അതോടുകൂടി മനസ്സിലാവുകയാണ്. അപ്പോൾ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന മാനസയും അതിശയിച്ചു പോവുകയാണ്. സൂര്യ മാനസയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കണം എന്നങ്ങ് പറഞ്ഞതോടുകൂടി മാനസയും ഷോക്കായി നിൽക്കുകയാണ്.